വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഏറെ വിസ്മയകരമായ സാന്നിധ്യമാണ് മാലാഖമാരുടേത്. യേശുക്രിസ്തുവിന്റെ ജനനവും ലോകവ്യാപാരവും എല്ലാം മാലാഖമാരുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞതാണ്. ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് 6 തവണ മാലാഖമാരുടെ സാന്നിധ്യം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പ്രധാന മാലാഖയായ ഗബ്രിയേൽ പുരോഹിതനായ സഖറിയായ്ക്ക് സന്ദേശം നൽകുന്നിടത്താണ് തുടക്കം. സഖറിയ പരിഭ്രമിച്ചുപോയി. ദൂതൻ താൻ ഗബ്രിയേലാണെന്ന് ഇടയ്ക്ക് പരിചയപ്പെടുത്തുന്നുമുണ്ട്. ദൂതൻ ഇങ്ങനെ പറഞ്ഞു: സഖറിയാവേ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം എന്നായിരുന്നു സന്ദേശം. സഖറിയ പക്ഷേ സംശയമുള്ളവനായി കാണപ്പെട്ടതുകൊണ്ട് പറഞ്ഞത് സംഭവിക്കും വരെ അവൻ ഊമനായിരിക്കും എന്ന് പറഞ്ഞാണ് മാലാഖ മറയുന്നത്. രണ്ടാമതായി കാണുന്നത് നസ്രത്തിൽ കന്യക മറിയാമിന്റെ അടുത്താണ്. ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം എന്നും പറയുന്നു. പിന്നീട് ജോസഫിനാണ് മാലാഖ പ്രത്യക്ഷപ്പെടുന്നതായി കാണുന്നത്. മറിയാമിനെ രഹസ്യമായി ഉപേക്ഷിക്കാൻ ചിന്തിക്കവേ സ്വപ്നത്തിലാണ് ഈ പ്രത്യക്ഷം. ദാവീദിന്റെ മകനായ ജോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ടതില്ല. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു എന്നാണ് ദൂതൻ ജോസഫിനെ ധരിപ്പിക്കുന്നത്. നാലാമതായി മാലാഖമാരുടെ സാന്നിധ്യം കാണുന്നത് ആട്ടിടയന്മാരുടെ അടുത്താണ്. ഒരു മാലാഖ മാത്രമല്ല, ഒരു കൂട്ടം മാലാഖമാരെ കൂടി കാണുന്നുണ്ട്. അവർ ചേർന്ന് ഗാനം ആലപിക്കുന്നുമുണ്ട്. അവരോട് ദൂതൻ പറയുന്നത്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തിയെന്നും പറയുന്നു. എക്കാലത്തെയും ക്രിസ്മസിന്റെ സന്ദേശഗാനമായി ഇത് മുഴങ്ങുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് പാടിക്കൊണ്ടായിരുന്നു അവർ ഒരുമിച്ച് അണിനിരുന്നത്. അഞ്ചാമത് മാലാഖയെ കാണുന്നത് 3 രാജാക്കന്മാരുടെ അടുത്താണ്. യേശുവിനെ കണ്ടതിന് ശേഷം വേറെ വഴിയായി ഹേറോദേസിനെ കാണാതെ മടങ്ങിപ്പോകാൻ സ്വപ്നത്തിൽ മാലാഖ അവരോട് പറയുന്നു. ആറാമതായി കാണുന്നത് ജോസഫിന്റെ സ്വപ്നത്തിലാണ്. നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി ഞാൻ പറയുന്നത് വരെ അവിടെ പാർക്കുക എന്ന സന്ദേശമാണ് മാലാഖ നൽകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് അത്യുന്നത ദൂതനായ ഗബ്രിയേലിനെയാണ്. സന്ദേശവാഹകനാണത്രേ ഗബ്രിയേൽ. പ്രധാന മാലാഖമാരിൽ തുല്യരിൽ രണ്ടാമനെന്നും ഗാർഡിംഗ് ഏഞ്ചൽ ഓഫ് ഇസ്രായേൽ എന്നും ഗബ്രിയേലിനെ വിശേഷിപ്പിക്കപ്പെടുന്നു. ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത് എന്നതാണ് ഗബ്രിയേൽ എന്ന ഹീബ്രു വാക്കിന് അർത്ഥം. പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവചനം 8-9 അധ്യായങ്ങളിൽ ഗബ്രിയേലിനെ കുറിച്ച്, ഗബ്രിയേലിന്റെ രൂപത്തെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. എസക്കേൽ പറയുന്ന മുഖം ഇതിൽ നിന്നും വ്യത്യസ്തമാണ് താനും. യേശുവിന്റെ ജനനത്തിൽ മാത്രമല്ല, സാത്താന്റെ പരീക്ഷണം, പീഡാസഹനം, മരണം, ഉയർപ്പ്, ഇവിടെയെല്ലാം മാലാഖമാരുണ്ട്. യേശുവിന്റെ 2ാം വരവിൽ തന്റെ ദൂത സൈന്യത്തോടൊപ്പം വരുമെന്നും അന്ത്യന്യായവിധിക്ക് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് തന്റെ മഹത്വ സിംഹാസനത്തിലേറുമ്പോഴും ഈ മാലാഖമാരുടെയും ദൂതന്മാരുടെയും അകമ്പടി ഉണ്ടാകുമെന്ന് തിരുവചനം പറയുന്നു. അതുവരെയും ഓരോരുത്തരെയും ഓരോ കാവൽ മാലാഖമാർ കാത്തുരക്ഷിക്കുമത്രേ.